Amritwani Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges. Yes. പാച്ചുചേട്ടൻ താടിക്കും കൈ കൊടുത്തിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഗ്രൂ റൗണ്ടിലേക്ക് പോവാ. സോറി പാച്ചുചേട്ടൻ. എന്നാ നോക്കി പേടിപ്പിക്കുന്നു. എല്ലാവർക്കും ശിക്ഷ വിധിക്കാൻ നീ ആര്? ദേ കണ്ട അവരൊക്കെ റെഡി ആയിരിക്കുക. പാച്ചേട്ടാ റെഡി? ഓക്കെ എന്നാ പിന്നെ ഗ്രൂപ്പ് ആവാ അല്ലേ? ഗ്രൂപ്പ് റൗണ്ടിലേക്ക്. ഓക്കെ സോ ലെറ്റ്സ് വെൽക്കം അർച്ചന. വികാരതരളിതഗാത്രികൾ വിവാഹപൂർവരാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാരതരളിതഗാത്രികൾ വിവാഹപൂർവരാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ മനോഹരാംഗികളെ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ ഈ പൂ ഇത്തിരി പൂ പകരമി പൂ തരാം 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാരതരളിതഗാത്രികൾ വിവാഹപൂർവരാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്തദൂതികളെ മനോഹരാംഗികളെ നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ ഈ പൂ ഇത്തിരി പൂ പകരമി പൂ തരാം 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാരതരളിതഗാത്രികൾ വിവാഹപൂർവരാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ അർച്ചന ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എങ്ങനെയുണ്ടായി ഗ്രൂവ് റൗണ്ട് വിത്ത് ഓർക്കസ്ട്ര? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആണോ? ശരിക്കും ആദ്യം കേട്ടപ്പോ ടെൻഷൻ ഒന്നും ആയില്ലേ? അല്ല, എനിക്കതില് കേട്ടപ്പം വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. കാരണം പുതിയൊരു അനുഭവമാണല്ലോ. അതുകൊണ്ട് ഓക്കേ, അപ്പൊ നമുക്ക് ചോദിക്കാം. എന്നാലും ശരത് സാർ, ഏതാണ് ഈ 7 സുന്ദര രാത്രികൾ? എനിക്കറിയില്ല. 6 വരെ എനിക്കറിയാം. ആദ്യ രാത്രി. You are such a romantic fellow, yaar. ശുഭരാത്രി. ഗുഡ് ഗുഡ്. കൊള്ളാം. വെള്ളിയാഴ്ച രാത്രി. ഓക്കെ, ചോദിക്കാം ശരത് സാർ. അപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയൂ അർച്ചനെ.
ഇത് അശ്വമേധം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. സംഗീതം ചെയ്തിട്ടുള്ളത് ജി ദേവരാജൻ മാസ്റ്ററാണ്. എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മ സാറാണ്. പാടിയിട്ടുള്ളത് പി സുശീലമ്മ. ആഹാ, ഉഗ്രം പാട്ട്. അല്ല, അത് ഒരു ഗുമ്മുള്ള സൂപ്പർ പാട്ട് മാഷിൻ്റെ. നന്നായിട്ട് തന്നെ പാടി അച്ഛനെ. എനിക്ക് ആ ഈ വിവാഹപൂർവ്വ അവിടെ എന്തോ ഒരു ഏതോ ഒരു ഖണ്ഡമുണ്ട്, അതൊന്ന് പാടാമോ? എല്ലാ പൂർവ്വവും അതെല്ലാത്തിനും എന്തോരോ ഒരു പിടുത്തം അവിടെ. വിവാഹപൂർവരാത്രികൾ ഇനി അർച്ചന ഇപ്പൊ പാടുമ്പോ കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു ഭീതി അവിടെ വരുമ്പോൾ അർച്ചനയ്ക്ക് അറിയാം അവിടെ തെറ്റും, ഞാൻ കുളമാകും എന്നുള്ളത് വളരെ തലമണ്ടയ്ക്കകത്തുണ്ടത്. അതുകൊണ്ടാണ് അവിടെ പാടുമ്പോൾ എന്തോ അതൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൃത്യത വന്നിട്ടില്ല അതിന് പാടുമ്പോൾ. എന്നാൽ അതെന്നാ വലിയ സംഭവമൊന്നും അല്ലത്, ഈസിയായിട്ട് പാടിപ്പോകേണ്ട ഒരു സംഭവമാണല്ലേ. അതെന്താണ്, ഈ റേഞ്ചിൻ്റെ പ്രോബ്ലം ആണോ? അത് സിമ്പിളായിട്ട് പാടേണ്ടതല്ലേ. പൂർവ അത്രേ ഉള്ളൂ. അതിനകത്ത് എന്തായിരുന്നു, ഞാനതിങ്ങനെ ഇത് ചിലപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളെ ഇഷ്ടമല്ലാത്തവരൊക്കെ ചിലപ്പോൾ തെറ്റിക്കും പാടി. പിന്നെ അതുപോലെ ഈ മാനസ സരസൻ അത് കുറച്ച് ശ്രുതിന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അത് ഫീൽ ചെയ്തായിരുന്നോ? അതുപോലെ തന്നെ അടുത്ത ചരണവും അതായിരുന്നു കുറേയും കൂടെ ചേരാണ് നമുക്ക് തോന്നിയത്, തുടക്കം മാത്രം. പിന്നെ അങ്ങ് ശരിയായി. എന്ത് പറ്റി അർച്ചനെ? വോയിസിൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഇൻഫെക്റ്റഡ് ആയിട്ട് ഇപ്പം റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം മറ്റെല്ലാം നല്ലതായിരുന്നു. ഈ പൂർവ്വ ഒഴിച്ചാൽ ബാക്കിയൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതങ്ങോട്ട് നമുക്കൊന്ന് കൃത്യമായിട്ട് പാടിയാലോ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ. കുഴപ്പമില്ലെന്ന് മതി. അതായാലും സ്ക്രാച്ച് ആവുന്നുണ്ട്, വേണ്ട. അതിപ്പോൾ ഇപ്പോൾ ഇത് ചേർന്നിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അത് നേരത്തെ പാടുമ്പോൾ അത് വേറൊരു ലെവലായിരുന്നു, പ്രത്യേകിച്ച് ചരണം. അപ്പം അതൊക്കെ നോക്കിയാൽ മതി. ബാക്കി നല്ല രസം ഉണ്ടായിരുന്നു. എന്താ പറയണ്ട, ആ ഗ്രൂവിൻ്റെ കൂടെ മനോഹരമായിട്ട് പാടി. ഒരു കൃത്യത കൊണ്ട് കേൾക്കാനും, അർച്ചന ശരിക്കും പാടുമ്പോൾ ആ ഗ്രൂവ് കേൾക്കാൻ സുഖമാണ്. അവിടെ എന്തെങ്കിലും പെശക് സംഭവിച്ചാൽ അതും അവരെയും കൂടെ ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഓർക്കസ്ട്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. വണ്ടർഫുൾ പാച്ചുവാൻ സംഘം, രജത് പട്ടിദാരൻ സംഘവും. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കേടാ. ഷാനിക്ക, അർച്ചന നന്നായിട്ട് പാടി. അർച്ചന ഒന്ന്, അർച്ചനയുടെ വോയിസിന്റെ ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവരാത്രികൾ ഇനി. അതിപ്പോ അടഞ്ഞിട്ടാണെങ്കിലും ശരി തുറന്നിട്ടാണെങ്കിലും ശരി ഭയങ്കര രസമാണ് അർച്ചനയുടെ വോയിസ് കേട്ടുകൊണ്ടിരിക്കാൻ. എനിക്കാകെ ഈ വിവാഹപൂർവ്വ അത് പൂർവ്വ ഡെഫിനറ്റ്ലി പറഞ്ഞു. എനിക്ക് എല്ലായിടത്തും വിവാഹം എന്നാണ് കേൾക്കണത്. അത് എനിക്കൊന്ന് ഒരു സ്ഥലത്ത് അത് വിവാഹം എന്നും കൂടെ ഉണ്ടെന്നോ, അത് പാടിയായിരുന്നോ? അത് കല്യാണം കുറച്ച് ലേറ്റായി പോയിരുന്നു, ലേറ്റ് മാരേജ്. അത് പക്ഷെ മറ്റേതും ഇല്ലേ അർച്ചന? മറ്റേതുണ്ടെന്ന് തോന്നുന്നു, വിവാഹ ഇല്ലേ? അത് പാടിയില്ലേ? എനിക്കത് ഇപ്പോഴും കൺഫ്യൂഷനാണ് പാടുമ്പോൾ. വിവാഹ അത് പാടിയിട്ടുണ്ട്. അതാ ഷാൻ പറയുന്നത്, വിവാഹ ഇല്ലേ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. കാരണം ഇത് പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതിനാണ് ഇത്രയും ദീർഘമുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിവേസ് അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കൊന്ന് ഏതോ ഒരു സ്ഥലത്ത് വിവാഹം ഉണ്ട്, ചെറിയ വി വെച്ചിട്ടുള്ളത് ഉണ്ട്, ഇത്ര ഡ്യൂറേഷൻ ഇല്ലാത്തത്, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ മോളെ അനുപല്ലവി, മാനസ സരസിൽ പറന്നിറങ്ങിയതാണ് അല്ലേ? മറന്നിറങ്ങിയെന്നാണ് പാടിയത്. അത് മറന്നു പോയതുകൊണ്ടാ ഷാനെ? എനിക്കങ്ങനെ കേട്ടു. അത് എനിക്കങ്ങനെ ശരിക്കും അത് മറന്നിറങ്ങി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വട്ടിട്ട് മോളൊരു മാന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ വസന്ത ദൂതികളെ, വിരുന്നുകാരികളെ. അപ്പൊ വിരുന്നുകാരികളേക്ക് പകരം മനോഹരാംഗികളെ. അപ്പൊ ഓർമ്മയില്ല, ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വരി മാറിയിട്ടുണ്ട്. പിന്നെ മറ്റേതും. അപ്പം അഗൈൻ അർച്ചന, നമ്മള് ഈ സെമിയിലേക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ മാക്സിമം മാറ്റാൻ ശ്രമിക്കാം കേട്ടോ.
ബാക്കി ഇപ്പൊ എങ്ങനെയുണ്ട് ഹെൽത്തും കാര്യങ്ങളൊക്കെ? സർ ഓക്കെയാണ്. ഇപ്പം ഈ കണ്ടിന്യൂസ് ഷൂട്ടിൽ ഈ റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, മാക്സിമം ഈ പാടുന്ന സമയത്ത് മാത്രം വാ തുറക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്ക്. ബാക്കിയുള്ള സമയത്തൊക്കെ സിപ്പപ്പ് കേട്ടാ. സിപ്പപ്പ് തിന്നാനല്ല പറഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ മോളെ. നല്ല ശബ്ദം, ടേക്ക് കെയർ കേട്ടോ. നല്ല സോങ് സെലക്ഷൻ, ഉക്രൻ സോങ്. ഒരു രക്ഷയില്ലാത്ത സോങ്. അത്രേ ഉള്ളൂ അർച്ചന. ഗുഡ് സിംഗിങ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അർച്ചന പെണ്ണേ നല്ല റെട്രോ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അർച്ചനയുടെ ഡ്രസ്സും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. Thank you, നല്ലൊരു റെട്രോ ഫീല് വരുന്നുണ്ട്. ശരിക്കും കാണുമ്പോഴും പഴയ റെട്രോ ആക്ട്രസിന്റെ മാതിരിയൊക്കെ ഉണ്ട്. അതെ. ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത് അനുപല്ലവിയും ചരണവും പാടുമ്പോഴത്തേക്കുമുള്ള ഫസ്റ്റ് 2 ലൈൻസ് കുറച്ച് ഷാർപ്പ് ആവുന്നുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ ഓക്കെ ആയിട്ട് വൃത്തിയായിട്ട് പോയി. പക്ഷെ ആ ഫസ്റ്റ് 2 ലൈൻസ് മാത്രം വല്ലാണ്ട് ഷാർപ്പായി നിന്നു. അതാണ് മെയിനായിട്ട് ഒരു വലിയൊരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ള. അല്ലാതെ ബാക്കിയൊക്കെ അതിൻ്റെ ഒരു നോർമൽസിയിൽ തന്നെ പോയി. മോളുടെ വോയിസിൻ്റെ ആ ഒരു ഈ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതല്ലാതെ മനോഹരമായിട്ട് മോള് പാടി. ഈ 2 ലൈൻസ് മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞത്. വല്ലാണ്ട് ഷാർപ്പായി പോയി. ശരണമായപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി അത്. അല്ലാതെ ഇറ്റ് വാസ് എ നൈസ് അറ്റംപ്റ്റ്. നല്ല രീതിയിൽ തന്നെ നല്ല പാട്ടെടുത്ത് നല്ല സുന്ദരമായിട്ട് പാടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. ശരത് സാർ. അർച്ചന സർ 9.2 മാർക്സ്. താങ്ക് യു സാർ. ചേച്ചി. അർച്ചന മാം 9.2 മാർക്സ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അർച്ചന. സർ ഓക്കെ, സോ ടോട്ടൽ 18.4. താങ്ക് യു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.